ഇപ്പോൾ അൻസിബ ഹസൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അൻസിബ, അതായത് സാധാരണഗതിയിലുള്ള ഒരു സംഘടനയുടെ തർക്കം സ്വാഭാവികമായി എല്ലാ സംഘടനയിലും വരാവുന്ന ജീർണതകളുടെ ഒരു ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്തേക്ക് വലിയ അപകടകരമായ ചില വസ്തുതകൾ സമൂഹത്തിലേക്ക് അറിയിച്ചത്, ആ സംഘടനയ്ക്കുള്ളിൽ അങ്ങനെ ചില പുഴുക്കുത്തുകൾ രൂപകൊള്ളുന്നുവെന്ന് അറിയിച്ചത് അൻസിബയാണ്. അൻസിബ ടിനി ടോമിനെ സാമൂഹിക വിപത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആദ്യമൊക്കെ ഞെട്ടലോടുകൂടിയാണെങ്കിലും പിന്നീട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി കൂടുതൽ ഗൗരവമായ കാര്യങ്ങളാണ് പുറത്തേക്ക് എത്തുന്നതായി അറിയുന്നത്. എന്താണ് നടക്കുന്നത്? ഇതിന് ശ്വേതാ മേനോൻ ഇപ്പോൾ നൽകിയ മറുപടിയും ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. നിങ്ങളൊക്കെ ഓടിളക്കി വന്നവരാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാനെന്തായാലും അവിടെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വന്ന ഒരാളാണ്. ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച സമയത്ത് എനിക്ക് വോട്ട് പോലും ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും ജോയിന്റ് സെക്രട്ടറി ആക്കി തെരഞ്ഞെടുത്തവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വാക്കിൽ എനിക്ക് വിഷമമില്ല, കാരണം അതിൽ ഞാൻ ഉൾപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആ പോസ്റ്റില് മമ്മൂക്കയും ലാലേട്ടനും അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലെനിക്ക് വിശ്വാസമൊന്നുമില്ല. അത് മമ്മൂക്കയും ലാലേട്ടനും പബ്ലിക്ലി വന്ന് പറയട്ടെ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അതെ, പക്ഷേ ശ്വേതാ മേനോൻ പറഞ്ഞത് ഈ 10-15 ഓടിളക്കി വരുന്നവരല്ല ഈ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്, അവരോടല്ല മറുപടി പറയേണ്ടത് എന്നൊക്കെ അർത്ഥത്തിലാണ്. അവർക്ക് എന്ത് വേണേലും പറയാലോ, പറയുന്നതിന് എന്താണ് കുഴപ്പം? ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അവര്, പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രസ് മീറ്റിന് വന്നത്. മാലച്ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് മാലച്ചേച്ചി വന്നത്. അപ്പോൾ നമുക്ക് സ്വയം നമ്മൾ ചെയ്യുന്നത് ന്യായമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന ആളുകളാണ് ഞങ്ങളൊക്കെയും. അപ്പോൾ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ ഞങ്ങൾ നിൽക്കുള്ളൂ. ഇനിയും അൻസിബ ഈ വീര്യത്തോട് തന്നെ പോരാട്ടം തുടരും അല്ലേ, ഈ അനീതിക്കെതിരെ താങ്കൾ നേരിട്ടതടക്കം? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതാണ് ഏകദേശം അമ്മയുടെ ഉള്ളിലെ ചിത്രങ്ങൾ, ജീർണതകൾ, പുഴുക്കുത്തുകൾ ഏതൊക്കെ അർത്ഥത്തിലാണ് അതിൻ്റെ വ്യാപ്തി കൈവരിച്ച് നീങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെ ശ്വേതാ മേനോൻ എടുത്ത റോൾ എന്താണ്? ശ്വേതാ മേനോൻ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് മറുപടി പറയുന്നില്ല. അത് ഒരു വൈകാരിക വിസ്ഫോടനമാണ് രാജി പരസ്യമായി പ്രഖ്യാപിച്ചത് എന്നതടക്കം ഉള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ വസ്തുത? നേരിട്ട ആരോപണങ്ങൾ എന്താണ്? അതിനെ കട്ട് ആൻഡ് ഡ്രൈഡായി അക്കമിട്ട് നിരത്തി ഉള്ള മറുപടിയും എത്തുന്നില്ല. ഈ ഒരു സിനാരിയോ ആണ് കൂടുതൽ ഗൗരവമായ നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് പോകുന്നത്.